മോദിയെ പുറത്താക്കുകയും ബദൽ സർക്കാർ രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. What the CPIM is aiming countrywide is first to defeat this government, second to increase the strength of the left and the CPIM in the parliament in order to put the pressure on the alternate secular government, which is the third point which we are making, an alternate secular government that should assume charge after the elections. പ്രവർത്തകരുടെ വിവിധ ചോദ്യങ്ങളോട് സിപിഐഎമ്മിന്റെ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും പ്രതികരണങ്ങളും എന്തൊക്കെയായിരുന്നു? ഉമേഷ് കേൾക്കാമോ? മോദിയെ പുറത്താക്കുകയും ബദൽ സർക്കാർ രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം കൊച്ചിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കവെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ വാർത്തയിലേക്ക് എത്താം. നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനായി മറ്റൊരു വാർത്തയിലേക്ക്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് BJP ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നതെന്നും പിണറായി പ്രതികരിച്ചു. ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ, ഏത് BJP നേരിടാനാണ്? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന BJP സ്ഥാനാർത്ഥി ഏത്? നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക. നമ്മുടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. BJPക്ക് സ്ഥാനാർത്ഥിയില്ല അവിടെ. BJP അല്ല ഞങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നു എന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ പോയിപ്പോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സീതാറാം യെച്ചൂരി അല്പസമയം മുൻപ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചു. അതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KM ഉമേഷ് ചേരുന്നു. ഉമേഷ്, 1 മണിക്കൂറിലധികം അദ്ദേഹം മാധ്യമങ്ങളുടെ വിവിധ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ആനന്ദ്, ഏതാണ്ട് 1 മണിക്കൂർ നീണ്ടുനിന്ന യെച്ചൂരിയുടെ മുഖാമുഖം പരിപാടി പ്രധാനമായും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിരുന്നു. ഈ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ അവ്യക്തതയുണ്ട് എന്നാണ് യെച്ചൂരി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് മിനിമം ഇൻകം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അക്കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നും സീതാറാം യെച്ചൂരി പറയുകയുണ്ടായി. മറ്റേ പ്രധാനപ്പെട്ട അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്, വരാൻ പോകുന്നത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. മതേതര സ്വഭാവത്തോടെ ഇന്ത്യയെ നിലനിർത്താനാവുമോ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മതാടിസ്ഥാനത്തിലുള്ള ധ്രുവീകരണത്തിനാണ് പലപ്പോഴും രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോദി ഗവൺമെന്റിനെ പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ് പരമപ്രധാന ലക്ഷ്യം, ഇടതുപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. 2004 തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കുക എന്നത് തന്നെയാണ് CPIM ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ഒരു മതേതര ഗവൺമെന്റ് രാജ്യത്ത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. അക്കാലത്ത് വാജ്പേയി ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ പുറത്താക്കിയ മതേതര ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് അന്ന് ഇടതുപക്ഷം ലക്ഷ്യമിട്ടത്. അത് പിന്നീട് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അന്നത്തെ UPA സർക്കാരിന് ഇടതുപക്ഷം
പിന്തുണ കൊടുത്തത് വളരെ പ്രധാനമായിരുന്നു. ആ ഇടതുപക്ഷത്തിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട പല നിയമങ്ങളും യാഥാർത്ഥ്യമായത്. പ്രത്യേകിച്ച് വിവരാവകാശ നിയമം, വനാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം അടക്കമുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ യാഥാർത്ഥ്യമായത് 2004 UPA ഗവൺമെന്റിലെ ഇടതുപക്ഷ സാന്നിധ്യം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിലും പുതുതായി ഉണ്ടാകാൻ പോകുന്ന ഗവൺമെന്റിലും ഇടതുപക്ഷ സാന്നിധ്യം വളരെ പ്രധാനമാണ്, നിർണായകമാണ്. അതുകൊണ്ട് തന്നെ 20-ൽ 20 സീറ്റും കേരളത്തിൽ ജയിക്കുക എന്നത് തന്നെയാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്ന് യെച്ചൂരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ മത്സരം സംബന്ധിച്ചാണ്. ഓരോരുത്തരും എവിടെ മത്സരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതാത് പാർട്ടികളാണ്. എവിടെയും മത്സരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഇടതുപക്ഷത്തിനെതിരെ ഇത്തരത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ എന്ത് സന്ദേശമാണ് ജനങ്ങളിലേക്ക് കൈമാറുക എന്നത് പ്രധാനമാണ്. പ്രത്യേകിച്ച് വർഗീയ ശക്തികൾക്കെതിരെ ഇടതുപക്ഷം പോരാടുമ്പോൾ അതിനെതിരെ മത്സരിക്കുക എന്നുള്ളത് എന്ത് സന്ദേശമാണ് നൽകുക എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തും എന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, വ്യക്തികളെ അധിക്ഷേപിക്കൽ പാർട്ടിയുടെ ഒരു നയമല്ല, അവരുടെ രാഷ്ട്രീയത്തെ മാത്രമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം എതിർക്കുക. ഇതുകൂടാതെ സ്ത്രീകളുടെ തുല്യത സംബന്ധിച്ചും CPM-ന് വളരെ പ്രധാനപ്പെട്ട നയങ്ങളും തീരുമാനങ്ങളുണ്ട്. അവരുടെ തുല്യതയ്ക്ക് വേണ്ടി തന്നെയാണ് എല്ലാ കാലത്തും പ്രവർത്തിക്കാറുള്ളത്. സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടി കൂടി തന്നെയാണ് CPIM പ്രവർത്തിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മറ്റുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിച്ചു. അത്തരത്തിലുള്ള നടപടികൾ, അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന നയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇടതുപക്ഷം സ്വീകരിക്കാറില്ല, CPM സ്വീകരിക്കാറില്ല. അത് ഇനിയും അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശരി, കെ ഉമേഷാണ് യെച്ചൂരിയുമായി എറണാകുളത്ത് നടന്ന മീറ്റ് ദ പ്രസിന്റെ വിശദാംശങ്ങളാണ് ഉമേഷ് നൽകിയത്. നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനായി ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ അനുമതി നൽകിയ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. റെയിൽവേയും എയർ ഇന്ത്യയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ച് മോദിക്കായി പ്രചരണം നടത്തിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ചേരുന്നുണ്ട്. സന്തോഷ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ സമ്മർദ്ദം മാത്രമാണോ ഈ കണ്ടെത്തലുകൾക്കൊക്കെ കാരണമാകുന്നത്? അതല്ലാതെ സ്വമേധയാ സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? സന്തോഷ്, ആനന്ദ്, കഴിഞ്ഞ ഒരു മാസത്തിനിടെ സംഭവിച്ചത് സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്ത് BJPക്കും നരേന്ദ്രമോദിക്കും അനുകൂലമായുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് വളരെ പ്രകടവുമായിരുന്നു. റെയിൽവേ ആകട്ടെ, എയർ ഇന്ത്യ ആകട്ടെ, പിന്നീട് ഇപ്പോൾ ദൂരദർശൻ അടക്കമുള്ളവയാകട്ടെ. എന്നാൽ മോദിക്ക് അനുകൂലമായുള്ള തീരുമാനങ്ങൾ. ഇലക്ഷൻ കമ്മീഷൻ ഇതിലൊന്നും നേരിട്ട് ഇടപെടാറില്ല. പകരം ഈ പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകിയാൽ അന്വേഷിക്കുന്ന രീതി മാത്രമാണ്. അതാണ് വലിയ വിമർശനത്തിനിടയാക്കി. എന്നാലും പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് വിശദീകരണം നേടി നോട്ടീസ് അയച്ചിട്ടുണ്ട്. പെരുമാറ്റച്ചട്ടം നിലവിലുള്ള മാർച്ച് 31-ന് നമോ TV എന്ന പേരിൽ BJP അനുകൂല ചാനൽ ആരംഭിക്കാൻ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം അനുമതി നൽകി. നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലികൾ, ഭരണ നേട്ടങ്ങൾ എന്നിവയ്ക്ക് മാത്രമായിട്ടാണ് ഒരു ചാനൽ. ഇതെങ്ങനെ ഈ അനുമതി പെരുമാറ്റച്ചട്ടം നിലവിലുള്ളപ്പോൾ ലഭിച്ചു എന്നാണ് കമ്മീഷൻ അന്വേഷിക്കുന്നത്. കമ്മീഷന്റെ മറുപടിക്ക് ഈ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം ഒരാഴ്ചക്കകം ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും. ഇതിനെതിരെ തന്നെ ദൂരദർശൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. മേംഭി ചൌക്കിദാർ എന്ന പേരിൽ മാർച്ച് 31-ലെ മോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി പൂർണ്ണമായും ദൂരദർശൻ സംപ്രേഷണം ചെയ്തു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണത്തിനായി ദൂരദർശൻ സമയക്രമം പോലും ഉള്ളപ്പോഴാണ് ഇത് ലംഘിച്ച് മോദിക്ക് മാത്രമായി സമയം അനുവദിച്ചത്. അത് 1 മണിക്കൂറിലേറെ ഈ റാലി മാത്രമായി കാണിക്കുകയും ചെയ്തു. ഇതും കമ്മീഷൻ ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. കൂടാതെ വിമാന ടിക്കറ്റിൽ മോദിയുടെ ചിത്രം പതിപ്പിച്ച് പ്രചാരണം നടത്തിയതിനെതിരെ മാർച്ച് 26-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ ഷോക്കോസ് നോട്ടീസിന് ഇതുവരെ എയർ ഇന്ത്യ മറുപടി നൽകിയിട്ടില്ല. 3 ദിവസത്തിനകം മറുപടി നൽകേണ്ട നോട്ടീസാണ് നൽകിയത്. എന്നിട്ട് പോലും എയർ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. ഇതിൽ കമ്മീഷൻ അമർഷം രേഖപ്പെടുത്തിയിരിക്കുന്നു. റെയിൽവേ ആകട്ടെ ചായക്കപ്പുകളിൽ BJPയുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ചിത്രം പതിപ്പിച്ചാണ് വിൽപ്പന നടത്തി. ഇത് മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ഇപ്പോൾ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. അതായത് സന്തോഷ്, വളരെ നഗ്നവും ഗുരുതരവുമായ ചട്ടലംഘനം കമ്മീഷന് സ്വമേധയാ തന്നെ മനസ്സിലാകുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ ഇതിൽ നിയമപരമായി ശക്തമായ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമെന്ന് സാധാരണക്കാരെന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ സന്തോഷ് ഈ ഘട്ടത്തിൽ?
ആനന്ദ്, അതിന് നമുക്ക് ഇതിനു മുമ്പ് കമ്മീഷൻ സ്വീകരിച്ച നടപടികൾ തന്നെ പരിശോധിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കഴിഞ്ഞയാഴ്ച നടത്തിയ പ്രസംഗം നഗ്നമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന് വ്യക്തമായിട്ട് പോലും കമ്മീഷൻ അത് നേരിട്ട് ഇടപെട്ടില്ല. പിന്നീട് CPIM നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ അത് അന്വേഷിച്ചത്. എന്നിട്ട് നരേന്ദ്രമോദിക്ക് ക്ലീൻ ചീട്ട് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി പ്രശ്നം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാനും ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ കമ്മീഷന്റെ ഈ പക്ഷപാതപരമായ നിലപാട് വലിയ പ്രശ്നങ്ങളാകുന്നുണ്ട്. പരാതി നൽകിയാണെങ്കിൽ പോലും പിന്നീടുള്ള തുടർ നടപടികൾ വളരെ മന്ദഗതിയിലാവുകയും അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് ചെന്നെത്തിക്കുകയുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJPക്ക് അനുകൂലമായി, നരേന്ദ്രമോദിക്ക് അനുകൂലമായി കാര്യങ്ങൾ നീക്കുക, അതിന് അനുകൂലമായി റിപ്പോർട്ട് തയ്യാറാക്കുക, ഇതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. ഇത് വലിയ രീതിയിൽ വിമർശന വിധേയമാവുകയും ചോദ്യം ചെയ്യപ്പെടുകയുമുണ്ട്. ഇപ്പോഴും ഈ ദൂരദർശൻ, നമോ TV വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിനാകട്ടെ പിന്നീട് എയർ ഇന്ത്യക്കും റെയിൽവേക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ തുടർ നടപടികൾ ഒരിക്കലും ഇതിനെ പെരുമാറ്റച്ചട്ട ലംഘനം പരിശോധിച്ചുകൊണ്ട് നിയമത്തിന് അനുകൂലമായ ഒരു തുടർ നടപടിയാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പലപ്പോഴും അക്കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളം ചേർക്കുന്നത്. സന്തോഷ്, ഇക്കാര്യത്തിൽ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ഈ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗാസിയാബാദിൽ യോഗി ആദിത്യനാഥിന്റെ വാക്കുകളെയൊക്കെ രാജ്യവും ഞെട്ടലോടെയാണ് കേട്ടത്. നരേന്ദ്രമോദിയുടെ സേനയാണ് ഇന്ത്യയുടെ സേന എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ഉപഗ്രഹവേദ മിസൈലിന്റെ കാര്യം സന്തോഷ് ഇപ്പോൾ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതിലൊക്കെ ഒരു പക്ഷപാതരഹിതമായ നിഷ്പക്ഷമായ നിലപാട് സാധാരണക്കാരൻ ഇനിയും എങ്ങനെയാണ് പ്രതീക്ഷിക്കേണ്ടത് സന്തോഷ്? ആ നിലയിലേക്ക് കമ്മീഷനും പോകുന്നുവെന്ന് പറയുമ്പോൾ മോദിയുടെ ഭരണം കൂടി ആയതുകൊണ്ടാണ് അതിന്റെ ഗൗരവം കൂടുന്നത്. ആനന്ദ്, അത് പ്രധാനപ്പെട്ട കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അത് ഉത്തർപ്രദേശിലടക്കം ഉള്ള സംസ്ഥാനങ്ങളിൽ, ഛത്തീസ്ഗഡിലാകട്ടെ, നോർത്ത് ഇന്ത്യയിലെ മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഈ പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ സ്വാധീനം ഉപയോഗിച്ച് കാര്യങ്ങൾ അനുകൂലമാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ശ്രമിക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലാകട്ടെ നഗ്നമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ. യോഗി ആദിത്യനാഥ് ഇന്ത്യൻ സേനയെ നരേന്ദ്രമോദിയുടെ സേന എന്നാണ് അഭിസംബോധന ചെയ്തത്. അതിൽ പോലും പരാതി നൽകിയിട്ട് കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് റിപ്പോർട്ട് തേടി എന്ന് മാത്രമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അത് കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് ലംഘനമാണ്. ഏതെങ്കിലും രീതിയിൽ ഒരു അന്വേഷണം പോലും ആവശ്യമില്ല എന്ന് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു. ഡിസ്ട്രിക്ട് കളക്ടർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം തീരുമാനമെടുക്കാം എന്ന് തന്നെയാണ്. അതായത് നരേന്ദ്രമോദിയെ എതിർക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ അത് നീട്ടിവെക്കുക, നീട്ടിക്കൊണ്ടു പോവുക, പിന്നീട് നരേന്ദ്രമോദിക്ക് അനുകൂലമായ റിപ്പോർട്ട് ഉണ്ടാക്കുക, അതാണ് കമ്മീഷൻ ചെയ്യുന്നത്. ഇതിനെതിരെ CPIM തന്നെ 2 തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഓരോ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ പരാതി നൽകി. പക്ഷെ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ പ്രതികരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പരാതിക്കാരും പറയുന്നത്. ശരി സന്തോഷ്, വ്യക്തമാണ്. ഗുരുതരമായ വാർത്തയാണ് ദില്ലിയിൽ നിന്ന് ലഭിക്കുന്നത്. തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിനായി ടെലിവിഷൻ ചാനൽ ആരംഭിക്കാൻ അനുമതി നൽകിയ വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിരിക്കുന്നു. റെയിൽവേയും എയർ ഇന്ത്യയും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദവും പരാതിയും കണക്കിലെടുത്തുകൊണ്ട് കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സന്തോഷ് സർലിംഗാണ് വിവരങ്ങൾ നൽകിയത്. ഒരിടവേള. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പതാക പുറത്തെടുക്കരുതെന്ന അണികൾക്ക് ലീഗ് നേതാവിന്റെ നിർദ്ദേശം. യൂത്ത് ലീഗ് മുൻ ജില്ലാ പ്രസിഡന്റായ ലീഗ് നേതാവാണ് പ്രവർത്തകരെ അമ്പരപ്പിക്കുന്ന നിർദ്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നൽകിയത്. കോൺഗ്രസ് ആവശ്യപ്രകാരമാണ് ഇത്തരമൊരു നിർദ്ദേശം. മുസ്ലിം ലീഗിന്റെ പതാക ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ പതാകയും MSFന്റെ പതാകയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പതാകയും ഒക്കെ ഏറെ സാമ്യമുള്ളതാണ്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാന്റെ കൊടി, രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൊടി എന്നൊക്കെ നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ ടാഗ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പ്രചരണം അനേകായിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ സാധ്യത ഉണ്ടാവും. നമ്മുടെ ഈ പത്രിക സമർപ്പണ ദിനം, അതേപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കലാശക്കൊട്ട് എന്നിവയിൽ നമ്മുടെ പതാക ഉപയോഗിക്കുന്നതിന് പകരം
നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു പാകത്തിന് നമ്മുടെ സാധാരണ ലീഡേഴ്സ് മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും കൊടി പാകത്തിന് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ പുതപ്പ് പോലെ സാരി പോലെയുള്ള വൻ പതാകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും മുസ്ലിം ലീഗിൻ്റെ പതാക ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ പതാകയും MSFന്റെ പതാകയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പതാകയും ഒക്കെ ഏറെ സാമ്യമുള്ളതാണ്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പിന്തുണയോടെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാന്റെ കൊടി, രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ കൊടി എന്നൊക്കെ നരേന്ദ്രമോദിയെ പോലുള്ള പ്രധാനമന്ത്രി തന്നെ ട്വിറ്ററിൽ ടാഗ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആ പ്രചരണം അനേകായിരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വലിയ സാധ്യത ഉണ്ടാവും. നമ്മുടെ ഈ പത്രികാ സമർപ്പണ ദിനം, അതേപോലെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കലാശക്കൊട്ട് എന്നിവയിൽ നമ്മുടെ പതാക ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ ഒരു പാകത്തിന് നമ്മുടെ സാധാരണ ലീഡേഴ്സ് മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും കൊടി പാകത്തിന് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ ഈ പുതപ്പ് പോലെ സാരി പോലെയുള്ള വൻ പതാകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും മുസ്ലിം ലീഗിൻ്റെ പതാക ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ പതാകയും MSFന്റെ പതാകയും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ പതാകയും ഒക്കെ ഏറെ സാമ്യമുള്ളതാണ്. അനൂപ് KR ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. അനൂപ്, യഹ്യ ഖാൻ മുസ്ലിം ലീഗിന്റെ വയനാട് ജില്ലാ നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ഈ ശബ്ദ സന്ദേശത്തിന് പിന്നിലെ കഥകൾ അല്ലെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് മുസ്ലിം വോട്ടുകൾ ലക്ഷ്യം വെച്ചാണെന്നാണ് ഉത്തരേന്ത്യയിൽ BJP നടത്തുന്ന പ്രധാന പ്രചരണം. ഇത് ഏതാണ്ട് വയനാട്ടിലെ BJP നേതാക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു. തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് തിരിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കാനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത് എന്നാണ്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രചരണം ശക്തമായി ഉത്തരേന്ത്യയിൽ മറ്റും തുടരുന്നതിനിടെയാണ് ലീഗ് നേതാവിന്റെ പരാമർശം പുറത്തുവരുന്നത്. ഈ നേരത്തെ DCC ജനറൽ സെക്രട്ടറി അഭിപ്രായവും ഇത്തരത്തിലൊരു അഭിപ്രായവും ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതെല്ലാം ഇതിനെ പ്രതിരോധിക്കാൻ ഉള്ള ഒരു വഴി എന്ന രീതിയിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് കൊടികളുടെ എണ്ണം കുറയ്ക്കണം എന്ന് അണികളോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിടുന്നുവെന്ന പ്രചരണം തങ്ങൾക്ക് തിരിച്ചടിയാവുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഭയക്കുന്നുണ്ട്. ഇതിനൊപ്പം രാഹുലിന്റെ പരിപാടിയിൽ പാകിസ്ഥാൻ പതാക ഉയർത്തുന്ന പ്രചാരണവും BJP വലിയ രീതിയിൽ നടത്തി. ഇതെല്ലാം കോൺഗ്രസ് നേതൃത്വ നേതൃത്വത്തെ വലിയ രീതിയിൽ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനെ ഫലപ്രദമായി നേരിടാൻ മൃദുഹിന്ദുത്വ നിലപാടുമായി പ്രചരണം നടത്തുന്ന കോൺഗ്രസിന് സാധിക്കുന്നുമില്ല. ഈ പകരം മുസ്ലിം വിഭാഗം തങ്ങൾക്കൊപ്പമില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കളും തങ്ങൾക്കൊപ്പമില്ലെന്ന് വരുത്താനാണ് കോൺഗ്രസ് നേതാക്കളും ശ്രമിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോൾ ഉൾപ്പെടെ ലീഗ് പ്രവർത്തകർ പച്ചപ്പതാക പുറത്തെടുക്കരുതെന്ന് കോൺഗ്രസ് ഒരു അനൌദ്യോഗിക നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലീഗ് നേതാക്കൾ ഇത് അംഗീകരിക്കുകയും ചെയ്തു എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ശബ്ദ സന്ദേശം. രാഹുൽ വരുന്നതോടെ ദേശീയ മാധ്യമങ്ങൾ എവിടേക്ക് വരുമെന്നും അപ്പോൾ നമ്മുടെ പച്ചക്കൊടി ഏറെ ചർച്ചയാവുമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നമ്മുടെ കൊടി മാറ്റിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തെടുത്ത് ആഘോഷിക്കാമെന്നുള്ള തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ വാട്സപ്പും മറ്റ് സോഷ്യൽ മീഡിയ UDF അനുകൂല സോഷ്യൽ മീഡിയകളിലെല്ലാം പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ പ്രവർത്തക യോഗത്തിലും ഈ രീതിയിൽ നേതാക്കൾ സംസാരിച്ചിരുന്നു. എന്നാൽ കൊടി ഒളിപ്പിച്ചു വെച്ച് പ്രചാരണത്തിൽ പങ്കെടുക്കണമെന്ന വിചിത്രമായ ഒരു നിർദ്ദേശം ആത്മാഭിമാനം പണയം വെക്കലാണെന്ന അഭിപ്രായവും ലീഗിൽ ശക്തമായിട്ടുണ്ട്. ഏതായാലും ഇത് ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിക്കണമെന്നൊരു ആശയക്കുഴപ്പത്തിലാണ് ലീഗ്. മുസ്ലിം വിഭാഗം കോൺഗ്രസിനൊപ്പമില്ലെന്ന് പ്രചരിപ്പിക്കാനുള്ള കോൺഗ്രസ് നീക്കത്തിന് ലീഗ് നേതാക്കളും കൂട്ടുനിൽക്കുന്നു എന്നൊരു ആരോപണം ലീഗ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ലീഗിന്റെ ശക്തമായ സ്വാധീനമുള്ള മേഖലകളിൽ ഏതായാലും ഇത്തരമൊരു പ്രചരണം വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിനിടയാക്കുകയും അതുപോലെ തന്നെ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ശരി അനൂപ്, വ്യക്തമാണ് വയനാട്ടിൽ നിന്നുള്ള വിശദാംശങ്ങൾ. രാഹുൽ ഗാന്ധി നാളെ 11:30 വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജമ്മു കശ്മീരിൽ PDPയുമായി ചേർന്ന് ഭരിച്ചവരാണ് കൊടിയുടെ പേരിൽ വിവാദമുണ്ടാക്കുന്നതെന്ന് KC വേണുഗോപാൽ. വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആലോചിക്കാൻ UDF നേതാക്കൾ കോഴിക്കോട് യോഗം ചേർന്നു. AK ലതീഷ് ചേർന്നുണ്ട് വിശദാംശങ്ങളുമായി. ലതീഷ്, UDF നേതൃയോഗം അല്പസമയം മുൻപാണ് പൂർണ്ണമായത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിശദാംശങ്ങൾ? ആനന്ദ്, ഇന്ന് കോഴിക്കോട് എത്തുന്ന ഇന്ന് രാത്രി 8 മണിയോടുകൂടി കോഴിക്കോട് കരിപ്പൂരിൽ വിമാനമിറങ്ങുന്ന രാഹുൽ ഗാന്ധി നാളെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോയ്ക്ക് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചിരിക്കുന്നത്. 11:30 ആയിരിക്കും നാമനിർദ്ദേശ പത്രിക
സമർപ്പിക്കുക. UDF പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. പ്രിയങ്ക ഗാന്ധിയും രാഹുലിനൊപ്പം കോഴിക്കോട് എത്തുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരമെന്നും രമേശ് ചെന്നിത്തല പറയുകയുണ്ടായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന് ദേശീയ തലത്തിൽ BJP വർഗീയമായ പ്രചരണങ്ങൾ ഉപയോഗിക്കുന്ന കാര്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയായതായാണ് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിക്ക് വയനാടിനെ കുറിച്ച് അറിയില്ലെന്നാണ് KC വേണുഗോപാൽ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിൽ PDPയുമായി ചേർന്ന് ഭരിച്ചവരാണ് കോഴിയുടെ പേരിൽ ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാർ ദക്ഷിണേന്ത്യയോട് കാണിച്ച കടുത്ത അവഗണനയാണ് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിക്കാൻ പ്രേരിപ്പിച്ചതെന്നായിരുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന്റെ പ്രതികരണം. ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, PK കുഞ്ഞാലിക്കുട്ടി, KP മജീദ് അടക്കമുള്ള UDF മുതിർന്ന നേതാക്കളും കോഴിക്കോട്, മലപ്പുറം, വയനാട് DCC പ്രസിഡന്റുമാരും വയനാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന അസംബ്ലി മണ്ഡലങ്ങളിലെ MLAമാരും കോഴിക്കോട്ടെ യോഗത്തിൽ പങ്കെടുത്തു. AK ലതീഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേള. പടക്കളത്തിൽ നിന്ന് ഓടി ഒളിച്ച രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് CPIM PB അംഗം SRP. വയനാട്ടിലും അമേത്തിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേത്തിയിൽ BJPയെ നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് CPIM ആലോചിക്കുമെന്നും SRP പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേത്തിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി ആർക്കാണോ BJPയെ തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJPയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. പടക്കളത്തിൽ നിന്ന് BJPയെ നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് വയനാട്. ഗ്രാമീണ മേഖലകളടക്കം കേന്ദ്രീകരിച്ച് പ്രചരണം ശക്തമാക്കുകയാണ് LDF. CPIMന്റെയും CPIയുടെയും പ്രത്യേക പ്രവർത്തക കൺവെൻഷനുകൾ വയനാട്ടിൽ നടന്നു. കോടിയേരിയും കാനം രാജേന്ദ്രനും കൺവെൻഷനുകളിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിലൂടെ പുതിയ ദിശയിലെത്തിയിരിക്കുന്നു വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ചിത്രം. ഇടത് വലത് മുന്നണികളുടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്നുറപ്പ്. ബൂത്ത് തലം മുതൽ പ്രചരണ പ്രവർത്തനങ്ങൾ LDF ശക്തമാക്കി. UPAയുടെയും NDAയുടെയും നയങ്ങൾ വയനാട്ടിലടക്കം സാധാരണ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചതടക്കം LDF ക്ഷേമ പ്രവർത്തനങ്ങളും വികസനവും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷിത മണ്ഡലം തേടിയുള്ള ഒളിച്ചോട്ടവുമെല്ലാം ഉയർത്തിക്കാട്ടിയാണ് LDF പ്രചരണം. പ്രത്യേക പ്രവർത്തക കൺവെൻഷൻ CPM കൽപ്പറ്റയിൽ സംഘടിപ്പിച്ചു. കോടിയേരി പങ്കെടുത്തു. UDF ഭരിച്ച കാലത്ത് 2001-2006 കാലത്ത് മാത്രം 500-ൽ പരം കർഷകരാണ് വയനാട് ജില്ലയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. വയനാട്ടിൽ മാത്രം. ആ നയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വക്താവും പ്രചാരകരുമായിരുന്ന കോൺഗ്രസ് പ്രസിഡന്റ് ഈ ദുരന്തത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? CPIയും പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP ചിത്രത്തിലേ ഇല്ലാത്ത മണ്ഡലത്തിലേക്കാണ് രാഹുൽ ഗാന്ധി BJPയെ എതിർക്കാൻ എത്തുന്നതെന്ന് കാനം പറഞ്ഞു. NDA ഇവിടെ കെട്ടിവെച്ച പണമില്ലാത്ത ഒരു മുന്നണിയാണ് എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ബോധ്യമായതാണ്. മനസ്സിലായില്ലേ? ആ സ്ഥലത്തേക്കാണ് നരേന്ദ്രമോദിയെ എതിർക്കാൻ രാഹുൽ ഗാന്ധി വരുന്നത്. ആ സത്യം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച വയനാട്ടിൽ പത്രിക സമർപ്പിക്കാനെത്തും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങി. മുന്നണികളുടെ ദേശീയ നേതാക്കളടക്കം വയനാട്ടിൽ അടുത്ത ദിവസങ്ങളിൽ എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് ആവേശം അനുദിനം ചൂടേറും. ന്യൂസ് ബ്യൂറോ, വയനാട്.